നമസ്കാരം. ഹൈറൈഡറിനെയും ഗ്രാൻഡ് വിറ്റാരയും കാണുമ്പോൾ രണ്ടാം ഭാവം സിനിമയിലെ കിച്ചുവിനെയും അനന്തുവിനെയും ഓർമ്മ വരും. ഒരുമിച്ച് ജനിച്ചെങ്കിലും വീട് മാറിയപ്പോൾ ഗെറ്റപ്പ് മാറിയ പോലെ. ഇത് ടൊയോട്ട ഹൈറൈഡർ ബേസ് വേരിയന്റ് ഇ, ദ മോസ്റ്റ് ഡിമാൻഡഡ് വേരിയന്റ്. മുൻവശത്ത് എവിടെയോ ഒരു ഫോർച്യൂണർ കട്ട് തോന്നി. വലിയ ഡിസൈൻ സ്റ്റൈലൊന്നും പ്രയോഗിച്ചിട്ടില്ല, പക്ഷെ മോശമൊന്നും പറയാനൊന്നുമില്ല. ഇ എന്ന ബേസ് വേരിയന്റ് ആകെ ഒരു എഞ്ചിൻ ഗിയർ ബോക്സ് കോമ്പിനേഷനേ ഉള്ളൂ. അത് K15 സീരീസ് മാരുതി സോഴ്സ്ഡ് എഞ്ചിനാണ്. പിന്നെ ഒരു സപ്പോർട്ട് ചെയ്യാനായിട്ട് 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. എഞ്ചിനെ പറ്റി പറയുമ്പോൾ ബാക്കി ഡീറ്റെയിൽസിലോട്ട് വരാം. ബേസ് വേരിയന്റ് മുതൽ മുൻവശത്ത് LED ഡേ ടൈമും പ്രൊജക്ടർ ഹാലജൻ ഹെഡ്ലൈറ്റ് ബമ്പറിലും കാണാം. നല്ല ഗ്ലോസി ബ്ലാക്ക് ക്രോം ട്രീറ്റഡ് ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. ഇനി സൈഡ് പ്രൊഫൈലാണ് 17 ഇഞ്ച് സ്റ്റീൽ വീൽ എന്നൊഴിച്ച ബാക്കിയെല്ലാം അപ്പർ ക്ലാസ്. ബേസ് വേരിയന്റിലെ പുഷ് സ്റ്റാർട്ട് കാണാം. അതുകൊണ്ട് ഡ്രൈവർ സൈഡ് കോ ഡ്രൈവർ ഡോർ ഹാൻഡിലും ഡെഡിക്കേറ്റഡ് ആയിട്ട് കീലെസ് എൻട്രി ബട്ടണും കാണാം. ORVM ഡോർ ഹാൻഡിലുകളും ബോഡി കളറാണ്. മുകളിൽ ഷാർക്ക് ഫിൻ ആന്റിന കാണാം. ഉള്ളിൽ ഓട്ടോ AC, റിയർ ഡീഫോഗർ, ഇതെല്ലാം ഈ വേരിയന്റ് വാല്യൂ ഫോർ മണി ആക്കുന്നുവെന്ന് നിസ്സംശയം പറയാം. പിറകിൽ ഡീഫോഗർ ഉണ്ടെങ്കിലും വൈപ്പർ വാഷർ ഒരു കുറവായി നിൽക്കുന്നു. ടെയിൽ ലാമ്പ് പാർക്കിലും ബ്രേക്കിലും LED ആയി പ്രവർത്തിക്കുന്നു. പക്ഷേ ടേൺ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ലാമ്പും ഹാലജൻ തന്നെ. ടെയിൽ ലാമ്പ് കണക്റ്റിംഗ് ഒന്നുമല്ല ഹൈറൈഡറിന്, പക്ഷേ ഗ്രാൻഡ് വിറ്റാരയിൽ കണക്റ്റഡ് ആണ് ബേസ് മുതൽ. ടോപ്പ് മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും LED ആണ്. ഫിറ്റ് ആൻഡ് ഫിനിഷ് ഓക്കെയാണ്. പ്ലാസ്റ്റിക് നിലവാരം ആവറേജ് ആണ്. ഫുള്ളി ബ്ലാക്ക് തീമാണ്. ഇടയ്ക്ക് ചില പാനൽസ് ബ്രഷ്ഡ് അലുമിനിയം കളറും കാണാം. ടോപ്പ് വേരിയന്റിൽ ഒരു ബർഗണ്ടി കൂടി ചേർന്ന് ഡ്യുവൽ ടോൺ ആയി മാറുന്നുണ്ട്. ബേസ് വേരിയന്റ് ആയതിനാൽ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഇല്ല. സ്റ്റിയറിംഗ് വീലിൽ എന്നിട്ടും കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. ക്രൂയിസ് ഇല്ല, ലെതർ റാപ്പ് അല്ല, പക്ഷെ ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആണ്. ഓട്ടോ AC മാത്രമല്ല, സെക്കൻഡ് റോയിലും AC വെന്റ്സ് ഉണ്ട്. 4 ഡോറിലും കൈവയ്ക്കുന്ന ഭാഗത്ത് ഫാബ്രിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസ് ആണ്. ഇലക്ട്രിക് അഡ്ജസ്റ്റ് ആൻഡ് ഫോൾഡബിൾ ORVMസിൽ ടേൺ ഇൻഡിക്കേറ്ററും കാണാം. മാരുതി ആയതുകൊണ്ട് ഈ ഷേപ്പ് ORVMs എത്ര വാഹനങ്ങളുണ്ടെന്ന് അറിയാമോ? ഡ്രൈവർ സൈഡ് ഓട്ടോ അപ്പും ഓട്ടോ ഡൗണും ഉണ്ട്. ഫ്രണ്ട് സീറ്റ്സ് രണ്ടും നല്ല ബോൾസ്ട്രസ് ഉള്ളതാണ്. നല്ല കംഫർട്ടായി തോന്നി. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്. ഡ്രൈവർ സൈഡ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ലിവർ ഉള്ളതാണ്. റിയർ സീറ്റിൽ നല്ല കംഫർട്ട് തന്നെയാണ്. 3 പേർക്ക് ഇരിക്കാം. എന്നാൽ നടുവിലെ ആളിന് ലെഗ് സ്പേസ് വിഷയമാകാം, സെൻട്രൽ ടണൽ ഉള്ളതുകൊണ്ട്. എന്നാൽ ബാക്കി 2 പേർക്ക് അത്യാവശ്യം ലെഗ് റൂമും ഹെഡ് റൂമും ഉണ്ട്. ഡെഡിക്കേറ്റഡ് ആയി 3 ഹെഡ് റെസ്റ്റും അഡ്ജസ്റ്റബിൾ ആക്കി നൽകിയിട്ടുണ്ട്. സെന്റർ ആം റെസ്റ്റും 2 കപ്പ് ഹോൾഡറും ഉണ്ട്. റിയർ സീറ്റ് 60/40 ആണ്. ഒരു പൊടിക്ക് റിക്ലൈൻ ചെയ്യാം. സെന്റർ പാസഞ്ചർ സീറ്റ് ബെൽറ്റ് മുകളിൽ നിന്നാണ് വരുന്നത്. ഓട്ടോഡും IRVM അല്ല. റീഡ് ലാമ്പ് മുന്നിൽ 2 പിറകിൽ വശങ്ങളിലായി 2 ഉണ്ട്. എനിക്ക് പേഴ്സണലി പിറകിലെ റീഡിംഗ് ലാമ്പ് സെറ്റപ്പ് ഇഷ്ടപ്പെട്ടു. സെൻട്രലിൽ കൊടുക്കുന്നതിന് പകരം കൂടുതൽ പ്രാക്ടിക്കൽ ഇതിനാണെന്ന് തോന്നി. വെറുതെ ഓൺ ഓഫ് മാത്രമല്ല, മറിച്ച് ഡോർ ഓപ്പണിങ്ങിലും കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ടോപ്പ് എൻഡ് വേരിയന്റുകൾക്ക് മാത്രം പനോരമിക് സൺറൂഫ് വരുന്നതിനാൽ ആയിരിക്കും ഇങ്ങനെ ബേസ് മുതലേ കൊടുത്തത്. ഹാലജൻ തന്നെയാണ് ഇവിടെയും. സൺബ്ലൈൻഡ് ഷെയ്ഡിൽ 2ലും ഗ്ലാസ് ഉണ്ട്, പക്ഷേ ലൈറ്റ് ഇല്ല. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ സീറ്റ് ബെൽറ്റുകൾ കാണാം. മുന്നിൽ ആംറസ്റ്റ് ഉണ്ട്. അത് ലെതററ്റ് ആണ്. സ്ലൈഡ് ചെയ്യും. വേണമെങ്കിൽ സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം. മറ്റ് സ്റ്റോറേജ് സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഡോറുകളിലും 1 ലിറ്റർ ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. സീറ്റിന് പിൻവശത്തായിട്ട് 2 വശത്തും മാഗസിൻ ഹോൾഡർ ഉണ്ട്. പിന്നെ ഗ്ലോ ബോക്സ്. ഇനി പിറകിലോട്ട് വരാം. പിറകിലോട്ട് വന്ന വലിയ 373 ലിറ്ററിന്റെ ബൂട്ട് കാണാം. ബൂട്ട് ലിപ്പ് ഫ്ലാറ്റ് ആണ്. ബൂട്ട് ലാമ്പ് കണ്ടില്ല. സ്പേസ് സേവർ എന്നോ കോസ്റ്റ് കട്ടിങ്ങിന്റെയോ ഭാഗമായി സ്റ്റെപ്പിനി സൈസിൽ മാറ്റം വരുത്തിയിട്ടില്ല. ബൂട്ടിന്റെ വശങ്ങളിലായും ചെറിയ സ്പേസുകൾ കാണാം. ബൂട്ട് മാഗ്നറ്റിക് ഓപ്പണർ ആണ്. ഉള്ളിൽ നിന്ന് ബോണറ്റും ഫ്യൂൽ ലിഡും അല്ലാതെ ആക്സസ് ചെയ്യാനുള്ള ലിവർ ഒന്നും കണ്ടില്ല. ഈ ട്രേ ആക്സസറിയാണ്. കോർണർ ഗ്ലാസ് അത്യാവശ്യം സൈസ് ഉണ്ട്. അതിനാൽ ക്യാബിൻ നല്ല ഏറിയാണ്. മുന്നിലും പിന്നിലും 215/60 R17 ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മുന്നിൽ മക്പേഴ്സൺ സ്റ്റഡും പിറകിൽ കോയിൽ സ്പ്രിങ്ങും ഡാമ്പറും കാണാം. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ഉപയോഗിച്ചിരിക്കുന്നു. നല്ല സ്റ്റെബിലിറ്റി ഉള്ള ഷാസിയായി തോന്നി. മാരുതിക്ക് SHVS എന്ന് പറയും പോലെ ടൊയോട്ടയ്ക്ക് നിയോ ഡ്രൈവ്. ചെറുതായിട്ട് എഞ്ചിൻ ഒന്ന് അസിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റം.
കോ ഡ്രൈവർ സീറ്റിന്റെ അടിയിൽ ഒരു സെക്കൻഡറി സ്റ്റോറേജ് ബാറ്ററി പാക്കും കാണാം. ഇത് പ്യുവർ ഹൈബ്രിഡ് അല്ല, അതായത് ചെറിയ സ്പീഡുകളിൽ ഓടാൻ ഇലക്ട്രിക് മോട്ടോർ ഒന്നും ഇല്ല എന്ന് സാരം. ഒരു 1.5 4 സിലിണ്ടർ 1462 cc NA എഞ്ചിൻ 101 bhpയും 136 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടായിട്ട് ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും വണ്ടിയിൽ ഉണ്ട്. പ്രോപ്പറായി ഡെഡ് പെഡൽ കയറാനും മറന്നിട്ടില്ല. 210 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ചെറിയ ഓഫ് റോഡിലും കോൺഫിഡൻസ് തരുന്നുണ്ട്. ഒരുപാട് സ്റ്റിഫും അല്ല, എന്നാൽ സോഫ്റ്റും അല്ല. ഷോക്ക് അബ്സർവ്, എന്നാൽ കംഫർട്ടിനൊട്ടും തകരാറുമില്ല. കുഴികളൊന്നും തീരെ അറിയുന്നില്ല എന്ന അവകാശവാദവും പറയാനില്ല. ഓടിക്കാൻ ഹരമുള്ള എഞ്ചിനൊന്നുമല്ല, എന്നാൽ മോശമല്ല. ചില ഓവർടേക്കിംഗ് ഒക്കെ കുറച്ചുകൂടെ പവർ ഔട്ട് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു. എന്നാൽ റിലയബിൾ ആയ ഒരു 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വേണ്ടതെങ്കിൽ ഇത് നല്ലൊരു ചോയ്സ് ആണ്. ഇന്നത്തെ കാലത്ത് ടെർബോ ഇല്ലാത്തതും പവർ ഫിഗറിലെ കുറവും ഡ്രൈവേഴ്സ് കാർ അല്ല, ഹൈ റൈഡർ എന്ന് നിശേഷം പറയാം. വണ്ടി ഒരു പക്ക ഫാമിലി ഓറിയന്റഡ് ആണ്. സ്പേസ് ആയാലും പ്രാക്ടിക്കാലിറ്റി ആയാലും ആവശ്യത്തിന് മൈലേജും എല്ലാം കിട്ടുന്ന ഉഗ്രൻ കാർ. മൊത്തം 2 എഞ്ചിൻ മാത്രമേ ഉള്ളൂ. അതിൽ 2ഉം പെട്രോൾ ആണ്. ഡീസലിന്റെയോ ടെർബോ പെട്രോൾ എഞ്ചിന്റെയോ ഒന്നും വിശാലത ഓപ്ഷനായിട്ട് ഇവിടെ ഇല്ല. ആകെ തുക പറഞ്ഞാൽ ഒന്നുകിൽ ആവശ്യത്തിന് മൈലേജ് ഉള്ള 1.5 K സീരീസ് വാങ്ങിക്കുക, അല്ലെങ്കിൽ കുറേ മൈലേജ് ഉള്ള 1.5 ഹൈബ്രിഡ്. അതാണ് ഹൈ റൈഡറിന്റെ ബ്യൂട്ടി. 1.5 ഹൈബ്രിഡ് എന്നത് ടൊയോട്ടയുടെ തന്നെ സാങ്കേതിക വിദ്യയാണ്. അതൊരു 3 സിലിണ്ടർ ആണ്. അതിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു മോട്ടറും ഉണ്ട്. I am Adar from Auto Capsule. Drive safe. Thank you.